മഴക്കെടുതിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകണം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരളത്തിലെ ജയിലുകളിൽ ശിക്ഷാ ഇളവ് നൽകിയത് എതിർപ്പ് മറികടന്ന്. പോലീസിന്റെയും പ്രൊബേഷണറി ഓഫീസറുടെയും ജയിൽ സൂപ്രണ്ടിന്റെയും എതിർപ്പ് മറികടന്നാണ് ഭൂരിഭാഗം പേർക്കും ശിക്ഷാ ഇളവ് നൽകിയത്. ജയിൽ ഉപദേശക സമിതിയാണ് എതിർപ്പ് മറികടന്ന് ഈ തീരുമാനം എടുത്തത്. ആഭ്യന്തര വകുപ്പിന്റെ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. തീരുമാനമെടുക്കുന്ന ജയിൽ ഉപദേശക സമിതിയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതുകൂടി പരിശോധിക്കുമ്പോൾ കൊലപാതകികളടക്കം പുറത്തിറങ്ങിയത് സർക്കാർ ആനുകൂല്യത്തിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിക്കൂടെ? സുജയ, അതാണ് സംസ്ഥാന സർക്കാർ ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കിയതിൽ ഏതാണ്ട് 80% പേരെയും പുറത്തിറക്കരുത് എന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. ചില ആളുകളുടെ കാര്യത്തിൽ പ്രൊബേഷണറി ഓഫീസർ, അതായത് ജയിൽ ശിക്ഷ വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ആ ഉദ്യോഗസ്ഥനാണ് പ്രൊബേഷണറി ഓഫീസർ. ആ ഓഫീസറുടെ എതിർപ്പും മറികടന്ന് ജയിൽ സൂപ്രണ്ടിന്റെ എതിർപ്പും മറികടന്ന് പുറത്തിറക്കിയവർ വരെ സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയവരുടെ കൂട്ടത്തിലുണ്ട്. ഇതിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് പുറത്തിറങ്ങിയ 4-5 പേരാണ്. അതിലൊന്ന് കാർണവർ കേസിലെ ഷെറിനാണ്. ഷെറിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ പുറത്തിറങ്ങിയ ആളുകളുടെ അവർ ചെയ്ത കുറ്റങ്ങൾ നോക്കുമ്പോൾ ഇതിൽ 3 പേർ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ തലക്കടിച്ചും മറ്റും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. ഇതിൽ തൊടുപുഴ സ്വദേശിയായ ഒരു ടോണി സെബാസ്റ്റ്യൻ 5 പേരെ, ബന്ധുക്കളായ 5 പേരെ കൊലപ്പെടുത്തിയ ഒരാളാണ്. 10-11 പേർ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളാണ്. ഭാര്യയുടെ സംശയരോഗവും മറ്റും പറഞ്ഞ് കൊലപ്പെടുത്തിയ ആളാണ്. 3 പേർ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ആളുകളാണ്. ആ തരത്തിൽ ആജീവനാനന്തം ജയിലിൽ കിടക്കണമെന്ന് കോടതി വിധിച്ച ആളുകളെയാണ് നിയമപരമായ ചില നീക്കുപോക്കുകൾ നടത്തി പുറത്തിറക്കിയിരിക്കുന്നത്. സുജയ, ഇതാണ് നടന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ കൂടി അറിയണ്ടേ? താങ്ക് യു റഹീസ്.